പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു കർത്താവിൻ്റെ ഉന്നത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം റോമാലേഖനം 12-ാം അധ്യായം 14-ാം തിരുലിഖിതം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി വചന ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ മേൽ സ്വർഗത്തിൻ്റെ വലിയ ഇടപെടലുകൾ ഉണ്ടായതായി 10,000-കണക്കിന് ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മകനെ, മകളെ, ഈ സമയം നീ ഇരിക്കുന്ന സ്ഥലം ദൈവം ഇറങ്ങി വന്ന് നിന്നെ സന്ദർശിക്കുന്ന സ്ഥലമാകാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലമാണ്. കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്ന് പിടിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് സകല കാര്യങ്ങളും വെളിപ്പെടുത്തുന്ന ആത്മാവ്, ദൈവരാജ്യ ദൂതുകളെ വ്യാഖ്യാനിക്കുന്ന ആത്മാവ്, ദൈവവചനം ഹൃദയത്തിലേക്ക് പതിപ്പിച്ചു തരുന്ന ദൈവത്തിൻ്റെ ആത്മാവ്
ഓ ശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കട്ടെ. ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ശുദ്ധാത്മാവേ വന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയെത്തുവോളവും. പരിശുദ്ധാത്മാവേ ശുദ്ധാത്മാവേ വന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയെത്തുവോളവും. ദൈവത്തിന്റെ ആത്മാവേ ജീവനോതുക, ജീവദായക, ജീവനാളമായി തെളിഞ്ഞു തീരുക. പ്രാർത്ഥിക്കുന്നു. ജീവനോതുക, ജീവദായക, ജീവനാളമായി തെളിഞ്ഞു തീരുക. വലിയ ആഗ്രഹത്തോടെ ശുദ്ധാത്മാവേ വന്നുള്ളിൽ വാസം ചെയ്യണേ, ആത്മാവേ സത്യാത്മാവേ നിത്യതയെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നുള്ളിൽ വാസം ചെയ്യണേ, പരിശുദ്ധാത്മാവേ ഇപ്പോൾ നിറയണമേ. സത്യാത്മാവേ ഓരോ കുടുംബങ്ങളിലേക്ക് നിറയണമേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുകയാണ്. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ അവിടുന്ന് ഇറങ്ങി വരണമേ. ഹൃദയങ്ങളെ സ്പർശിക്കണമേ. കഠിനമായ ഹൃദയങ്ങൾ, കല്ലുപോലെയായ ഹൃദയങ്ങൾ, കരിമ്പാറ പോലെ, പാറ പോലെ കഠിനമായ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവേ ഇപ്പോൾ സ്പർശിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ, മാംസളമാക്കണമേ. ഹൃദയങ്ങളൊരുക്കിടണേ, ഹല്ലേലൂയ ഗീതം പാടാനൊരുക്കിടണേ. പരിശുദ്ധാത്മാവേ ഹൃദയങ്ങൾക്കൊരുക്കിടണേ, ഹല്ലേലൂയ ഗീതം പാടാനൊരുക്കിടണേ. ദൈവത്തിന്റെ ആത്മാവേ വ്യാപരിക്കണമേ, സ്പർശിക്കണമേ, തൊട്ട് സുഖപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. ജീവനോതുക, ജീവദായക, ജീവനാളമായി രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ശുദ്ധാത്മാവേ വന്നുള്ളിൽ വാസം ചെയ്യണേ, ഹോളി സ്പിരിറ്റ്, സത്യാത്മാവേ നിത്യതയെത്തുവോളവും. ഓ ഹെവൻലി പവർ, ശുദ്ധാത്മാവേ വന്നുള്ളിൽ ഇപ്പോൾ വ്യാപരിക്കണമേ. സത്യാത്മാവേ നിത്യതയെത്തുവോളവും. സത്യാത്മാവേ നിത്യതയെത്തുവോളവും. എല്ലാ ദൈവമക്കളും കരങ്ങൾ രണ്ട് ഉയർത്തി കണ്ണുകൾ അടച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു വ്യാപരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ കർത്താവെ സ്പർശിക്കണമേ, ഓ കർത്താവെ സ്പർശിക്കണമേ. ഹൃദയങ്ങളെ സ്പർശിക്കണമേ, ആത്മാക്കളെ സ്പർശിക്കണമേ, അന്തരംഗങ്ങളെ സ്പർശിക്കണമേ. ഇപ്പോൾ അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്താൽ ഹൃദയങ്ങളും കുടുംബങ്ങളെല്ലാം വ്യത്യാസപ്പെടട്ടെ, രൂപാന്തരണം സംഭവിക്കട്ടെ കർത്താവെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. റോമാലേഖനം 12-ാം അധ്യായം അതിൽ 14-ാം തിരുലിഖിതം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്. ഇത് ദൈവവചനം വ്യക്തമായി നൽകുന്ന നിർദ്ദേശമാണ്. ഈ വചനം വായിച്ചപ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നൊരു സംഭവമുണ്ട്. 10-25 വർഷങ്ങൾക്ക് മുമ്പ് മലബാറിലേക്ക് കുടിയേറിയൊരു കുടുംബം. അവർ പറമ്പിൽ കൃഷി ചെയ്യുന്നു, പാടത്ത് നെല്ല് വിളവിറക്കുന്നു, ഒരുപാട് അധ്വാനിച്ച് ഉയർച്ച പ്രാപിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നൊരു കുടുംബം. 5-6 ആൺമക്കളുള്ളൊരു കുടുംബം. അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ ഇവരുടെ നെൽപ്പാടത്തേക്ക് കഷ്ടപ്പെട്ട് വേനൽക്കാലത്ത് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് വെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്ന് പണിയെടുത്തുണ്ടാക്കുന്ന ആ നെൽപ്പാടത്തേക്ക് ഇതാ തൊട്ടടുത്തൊരു വീട്ടിലെ ഒരു പശു ഇറങ്ങി ആ നെല്ലുകളെല്ലാം തിന്ന് നശിപ്പിക്കുകയാണ്. ഈ പശു പലതവണ ആ പാടത്ത് ഇറങ്ങിയിട്ടുള്ളതാണ്. ആ കുടുംബനാഥൻ ആ കുടുംബത്തിന് പലതവണ വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ ശ്രദ്ധയില്ലാതെ ആ പശുവിനെ അഴിച്ചുവിട്ട് ഇവരുടെ കൃഷിയുടെ നശിപ്പിക്കുകയാണ്. കുപിതനായ ആ കുടുംബത്തിലെ മൂത്ത പുത്രൻ ഒരു വാക്കത്തിയെടുത്ത് ഈ പശുവിൻ്റെ പിന്നാലെ ഓടി കിട്ടിയോട് വെച്ച് വെട്ടി. ആ പശുവിൻ്റെ കാലിൻ്റെ കുതിഞ്ഞരമ്പ് അറ്റുപോയി. ആ പശുവിൻ്റെ കാല് പ്രവർത്തനരഹിതമായി. അത് നിലം പതിച്ച് ഒക്കി ഏന്തി ഞൊണ്ടി നടക്കാൻ തുടങ്ങി. ഈ രംഗം കണ്ട് ആ കുടുംബനാഥ ഓടി വന്ന്, പശുവിൻ്റെ ഉടമസ്ഥ ഓടി വന്ന്
ആ പശുവിൻ്റെ ഉടമസ്ഥ അതിൻ്റെ പശു ഇങ്ങനെ കാല് മുറിഞ്ഞ് ഞൊണ്ടി ഏന്തി വലിയുന്നത് കണ്ടപ്പോൾ അതിൻ്റെ നിയന്ത്രണം വിട്ട് കോപം കൊണ്ട് ജ്വലിച്ച് ഹൃദയത്തിൽ ശോഭം നിറഞ്ഞു. അത് ഭയങ്കരമായി ശോഭത്തോടെ, ഹൃദയവ്യഥയോടെ, വേദനയോടെ അത് പറഞ്ഞു, നീയും ഒരു ദിവസം ഇതുപോലെ കിടക്കും, ഒരു ദിവസം നീയും ഇതുപോലെ കിടക്കും. ഇങ്ങനെ ആ കുട്ടിയുടെ മേൽ, ആ പുത്രൻ്റെ മേൽ ശാപവാക്കുകൾ ചൊരിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ശാപം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ വരുന്ന ശാപം. ദൈവത്തിൻ്റെ വചനം ഇതിനെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം 5ഉം 6ഉം തിരുലിഖിതങ്ങൾ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്, നിന്നെ ശപിക്കാൻ നീ ആർക്കും ഇടം കൊടുക്കരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സ്രഷ്ടാവ് അത് കൈക്കൊള്ളും. നിന്നെ ശപിക്കാൻ നീ ആർക്കും ഇടം കൊടുക്കരുത്. എൻ്റെയും നിങ്ങളുടെയും നന്മ ആഗ്രഹിക്കുന്ന, എൻ്റെയും നിങ്ങളുടെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന, എനിക്ക് നിങ്ങൾക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ നല്ലവനായ ദൈവം, സർവശക്തനായ ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വിശുദ്ധ ലിഖിതത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ്, നിന്നെ ശപിക്കാൻ നീ ആർക്കും ഇടം കൊടുക്കരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ അത് നടക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊന്ന് സൂക്ഷിക്കണം. എന്തെങ്കിലും ഒരു വേദന വരുമ്പോൾ, എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ മക്കളുടെ നേരെ ശാപവാക്കുകൾ ഉതിർക്കരുത്. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ, മനസ്സിൽ തട്ടുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ നേരെ ടീച്ചർമാർ ശാപവാക്കുകൾ ഉതിർക്കരുത്. മുതിർന്നവർ താഴ്ന്നവരുടെ നേരെ ശാപവാക്കുകൾ ഉതിർക്കരുത്. ശാപവാക്കുകൾ ആര് ഉതിർത്താലും അത് ദോഷകരമായി ബാധിക്കും. അപ്പൻ മക്കളുടെ നേരെ പറഞ്ഞാലും, മക്കൾ അപ്പൻ്റെ നേരെ പറഞ്ഞാലും, അമ്മ മക്കളുടെ നേരെ പറഞ്ഞാലും, മക്കൾ അമ്മയുടെ നേരെ പറഞ്ഞാലും ശാപവാക്കുകൾ അത് ദോഷകരമായി ബാധിക്കും. കുട്ടികൾ ടീച്ചറിൻ്റെ നേരെ പറഞ്ഞാലും, ടീച്ചർമാർ കുട്ടികളുടെ നേരെ പറഞ്ഞാലും ശാപവാക്കുകൾ അത് ദോഷകരമായി ബാധിക്കും. എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ വളരെ വലിയ തകർച്ചയുടെ നടുവിൽ നിന്ന് പങ്കുവച്ചപ്പോൾ അവർ ഓർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, 8ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ ടീച്ചർ എന്നെ ശപിച്ചിറക്കി വിട്ട്, നീ എവിടെ പോയാലും നേരെയാകില്ല എന്ന് പറഞ്ഞ് ശപിച്ചിറക്കി വിട്ട്. പിന്നെ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു 5 പൈസയുടെ മേൽഗതി ഉണ്ടാകുന്നില്ല. 10, 50, 10, 60, 10, 70 വയസ്സായ ആളുകൾ അവരുടെ ജീവിതത്തെ വിലയിരുത്തി അവരുടെ ജീവിതാനുഭവത്തിൻ്റെ നടുവിൽ നിന്ന് അച്ഛനോട് പങ്കുവെച്ച സംഭവങ്ങൾ അച്ഛൻ ഓർമ്മിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആര് ശാപവാക്കുകൾ ഉതിർത്താലും അത് ദോഷകരമായി ബാധിക്കും. ദൈവവചനം മുഴുവൻ പഠിക്കുമ്പോൾ നാം കാണുന്ന വളരെ വ്യക്തമായ ഒരു പ്രബോധനമാണ് ശപിക്കരുത് എന്നുള്ളത്. എന്നാൽ മനുഷ്യന് നൈസർഗികമായ ഒരു പ്രേരണയുണ്ട്, മനുഷ്യന് നൈസർഗികമായ ഒരു ത്വരയുണ്ട്. വേദന വരുമ്പോൾ, ആരിൽ നിന്നെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, തിരിച്ചടി ഉണ്ടാകുമ്പോൾ അവരെ ശാപവാക്കുകൾ കൊണ്ട് പൊതിയുക. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു രംഗം കാണുന്നുണ്ട്. യേശുവും ശിഷ്യന്മാരും ജെറുസലേമിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ സമരിയാക്കാരുടെ പട്ടണത്തിലൂടെയാണ് കടന്നുപോയത്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കാൻ ചെന്ന സ്ത്രീകന്മാരെ ആ സമരിയാക്കാർ സ്വീകരിച്ചില്ല. യേശുവിനെ ആ സമരിയാക്കാർ സ്വീകരിച്ചില്ല. ഇത് കണ്ട് കുപിതരായ സ്ത്രീകന്മാർ പെട്ടെന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? നോക്കുക, ആ സ്ത്രീകന്മാരുടെ മനസ്സിൽ പോലും ഒരു പ്രതികാരം, ഒരു പെട്ടെന്ന് അത് നശിപ്പിക്കാൻ വേണ്ടി പറയാൻ, അത് നാശം അതിൻ്റെ നേരെ സംഭവിക്കാൻ പറയാൻ ഒരു പ്രേരണ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാപവാക്കുകൾ ഉതിർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തു അവരെ ശാസിച്ചു. യേശുക്രിസ്തു അവരെ ശാസിച്ചിട്ട് അവരെ മറ്റൊരു ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 54ഉം 55ഉം തിരുലിഖിതങ്ങളിലാണ് നാം ഈ സംഭവം കാണുന്നത്. ഹല്ലേലൂയ. യേശുക്രിസ്തു അവരെ ശപിക്കാൻ അനുവദിച്ചില്ല, അവരെ ശാസിച്ച് മറ്റൊരു വഴിക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ദൈവം ശാപം അരുത് എന്ന് ദൈവമക്കളോട് കൽപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തോന്നിയാസം കൊണ്ട് മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിച്ച് അവരിൽ നിന്ന് ശാപവാക്കുകൾ നമ്മുടെ നേരെ വരാൻ നാം ഇടവരുത്തരുത് എന്നും ദൈവവചനം കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ, ഒത്തിരി കുടുംബങ്ങളിൽ നിന്ന് അവിടുത്തെ കുട്ടികൾ വന്ന് അച്ഛനോട് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അമ്മ വാ തുറന്ന എപ്പോഴും പ്രാകും, എൻ്റെ അപ്പൻ വാ തുറന്ന എപ്പോഴും പ്രാകും. പ്രാക്ക് അവരുടെ രീതിയായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട അപ്പച്ച, പ്രിയപ്പെട്ട അമ്മച്ചി, മക്കളെ പ്രാകരുത്.
ദൈവത്തിൻ്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 2-ാം വാക്യത്തിൽ കൽപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. കാര്യമില്ലാതെ ശപിക്കുന്നത് ആരാണോ ശപിക്കുന്നത് അവന് തന്നെ കാരണമായി ശാപമായി മാറും. പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായം 27-ാം തിരുലിഖിതം, പ്രഭാഷകൻ 21:27. ദൈവഭയം ഇല്ലാത്തവൻ ശപിക്കുമ്പോൾ തന്നെയാണ് ശപിക്കുന്നത്. ഇത് നമ്മൾ ഓർത്തിട്ട് വേണം ശപിക്കാൻ. തൊട്ടതിന് പിടിച്ചതിന് ശപിക്കാൻ വേണ്ടി വാ പൊളിക്കരുത്. വചനം പഠിപ്പിക്കുകയാണ്, ദൈവഭയം ഇല്ലാത്തവൻ ശപിക്കുമ്പോൾ അവൻ്റെ ശാപം അവൻ്റെ തലയിലേക്ക് തന്നെയാണ് വരുന്നത്. അവൻ തന്നെയാണ് ശപിക്കുന്നത്. അവൻ എന്തു പറയണോ അത് അവൻ്റെ തലയിൽ തന്നെ സംഭവിക്കും. പ്രഭാഷകൻ 21:27 നമ്മളിത് കാണുന്നത്. ദൈവഭയം ഇല്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെയാണ് ശപിക്കുന്നത്. യാക്കോബ് ശ്ലീഹ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രബോധനമുണ്ട്. യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നത് ഇങ്ങനെയാണ്: ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. ശ്ലീഹ അഭ്യർത്ഥിക്കുകയാണ്, എൻ്റെ സഹോദരരെ, ഇത് ചെയ്യരുത്, ഇത് നല്ലതല്ല, ഇത് ഉചിതമല്ല, ഇത് ഒരു ക്രിസ്തീയ പൈതലിന് ചേർന്നതല്ല, ഇത് ഒരു ദൈവ പൈതലിന് ചേർന്നതല്ല. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. അതേ നാവ് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ ശപിക്കുകയും ചെയ്യുന്നു. എന്തൊരു വിരോധാഭാസമാണിത്! ചെയ്യരുത്. അതാണ് റോമ 12:14 ശ്ലീഹ അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്. അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവമായ കർത്താവിൻ്റെ സന്നിധി എളിമപ്പെടാം. കർത്താവിനോട് പ്രാർത്ഥിക്കാം, ദൈവമേ, മറ്റുള്ളവരെ ശപിക്കുന്ന എൻ്റെ പ്രകൃതത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. എനിക്ക് വേദന തട്ടിയാൽ, എനിക്ക് നൊമ്പരമുണ്ടായാൽ ഞാൻ പെട്ടെന്ന് പറയും, ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. മുകളിലൊരു ദൈവം ഉണ്ടെന്ന് ഓർത്തോ, നിങ്ങളൊരു പാഠം പഠിക്കും. ഇതിനൊക്കെ നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന പ്രകൃതമാണെങ്കിൽ മകനെ, മകളെ, അത് ശപിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നൊരു പ്രകൃതമാണ്. പ്രതികാരദാഹിയായൊരു പ്രകൃതമാണ്. ആ പ്രകൃതത്തിലേക്കാണ് ദൈവസ്നേഹം നിറയേണ്ടത്. അത് മാറണം. അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമല്ല. ഞാൻ ശപിക്കുന്നത് എന്തു തന്നെയായാലും ദൈവം അംഗീകരിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ വചനം അത് അംഗീകരിച്ചിട്ടില്ല. ആ വഴിയിൽ നിന്ന് ഞാൻ മാറിയേ മതിയാവൂ. എളിമപ്പെട്ട് കണ്ണടച്ച് 2 കരങ്ങളും തുറന്ന് പിടിച്ച് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടെ ഹൃദയത്തിൻ്റെ അവസ്ഥ പങ്കിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയത്തിലെരിയുന്ന കോപത്തിൻ കനലിൽ സഹജാതനെ കൊന്ന മകനെ, ഹൃദയത്തിലെരിയുന്ന കോപത്തിൻ കനലിൽ സഹജാതനെ കൊന്ന മകനെ, കാലിത്തൊഴുത്തിലും കാൽവരി കുന്നിലും ഞാൻ നിന്നെ സ്നേഹിച്ചതല്ലേ അപ്പാ. കാലിത്തൊഴുത്തിലും കാൽവരി കുന്നിലും പിതാവേ, നിന്നെ സ്നേഹിച്ചതല്ലേ എൻ്റെ ദൈവമേ, എൻ സ്നേഹം പിരിയുകയില്ല. കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഇപ്പോൾ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. ഓ കർത്താവേ, തൊട്ടതിനും പിടിച്ചതിനെല്ലാം ശപിക്കുന്ന പ്രകൃതത്തിലേക്ക് അങ്ങയുടെ സ്നേഹം നിറയട്ടെ കർത്താവേ.
കല്ലുപോലുള്ള ഹൃദയങ്ങളിലേക്ക് ഞങ്ങളുടെ സ്നേഹം നിറയട്ടെ. മക്കളെ ശപിക്കുന്ന പ്രകൃതത്തിലേക്ക്, ടീച്ചർമാർ കുട്ടികളെ ശപിക്കുന്ന പ്രകൃതത്തിലേക്ക്, അയൽക്കാരെ ശപിക്കുന്ന പ്രകൃതത്തിലേക്ക്, നാട്ടുകാരെ ശപിക്കുന്ന പ്രകൃതത്തിലേക്ക്, തൊഴിലാളികളെ ശപിക്കുന്ന പ്രകൃതത്തിലേക്ക്, ഓ കർത്താവേ, കർത്താവെ, ശപിക്കുന്ന പ്രകൃതത്തിലേക്ക് അങ്ങയുടെ സ്നേഹം നിറഞ്ഞ് സ്നേഹത്തിൻ്റെ പ്രകൃതമാക്കി മാറ്റണമേ. അനുഗ്രഹിക്കുന്ന പ്രകൃതമാക്കി മാറ്റണമേ. എല്ലാറ്റിനെയും അനുഗ്രഹിക്കുന്ന പ്രകൃതമാക്കി മാറ്റണമേ കർത്താവെ. കർത്താവെ, വേദനിപ്പിക്കുന്നതിനെ അനുഗ്രഹിക്കാൻ ഈ നിമിഷങ്ങളിൽ തന്നെ അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. ഈ ഹൃദയങ്ങളെല്ലാം അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. രോഗികളോട് മനസ്സലിവുള്ള രക്ഷിതാവായ യേശുവാണ് ദിവ്യകാരുണ്യ രൂപനായി ഇപ്പോൾ നമ്മുടെ അരികിൽ എത്തിയിരിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ, യേശു കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ വേദനകളും നമുക്ക് തുറന്നു പറയാം. എൻ്റെ ദൈവമേ, എൻ്റെ ശരീരത്തിൽ വിട്ടുമാറാത്ത രോഗങ്ങളാൽ ഞാൻ വലയുകയാണ്. സൗഖ്യമില്ലാത്ത രോഗപീഠകൾ കർത്താവേ, മനസ്സിൽ ഒരു സ്വസ്ഥതയും കിട്ടാത്ത മനപീഡകൾ, മനോദുഃഖങ്ങൾ, ആകുലതകൾ, സങ്കടങ്ങൾ, വേദനകൾ, കർത്താവെ, തളർന്ന മനസ്സും രോഗപീഡിതമായ ശരീരവുമായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവെ, രാത്രിയും പകലും വ്യത്യാസമില്ലാതെ പകലുകൾ തളരുന്ന, പകലുകൾ വേദന കൊണ്ട് പൊളയുന്ന ഒരു ശരീരമാണ് എൻ്റെ ശരീരം. എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, യേശുവേ, സുഖമാക്കണേ. രോഗികൾ അവരായിരിക്കുന്ന സ്ഥലത്തിരുന്ന് രണ്ട് കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തി രോഗികളെ സുഖപ്പെടുത്തുന്നവനായ, രോഗികളുടെ നാഥനായ യേശു കർത്താവിന് മുമ്പിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ രക്ഷിതാവേ, സുഖമാക്കണേ, എന്നെ സുഖപ്പെടുത്തണമേ യേശുവേ. യേശുവേ, സുഖമാക്കണേ. ഓരോ തരത്തിലുള്ള രോഗങ്ങളാൽ തളരുന്ന മക്കള് ഇപ്പോൾ രോഗത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവേ, ഈ രോഗം സൗഖ്യപ്പെടില്ല, ഞാൻ മരിക്കുകയുള്ളൂ എന്ന് പലരും പറഞ്ഞ് എൻ്റെ മനസ്സൊന്ന് നിരാശ പൂണ്ട് കിടക്കുകയാണ്. എൻ്റെ കർത്താവെ, ഇനി എനിക്ക് മുമ്പോട്ട് ഭാവിയില്ല എന്ന് ചിന്തിച്ച് എൻ്റെ മനം തകരുകയാണ് കർത്താവെ. ഒരുപാട് നിരാശയുണ്ട്, ആത്മഹത്യാ ചിന്തകളുണ്ട്. എൻ്റെ തളർന്ന ദുഃഖിതമായ ആത്മാവിലേക്ക് യേശുവേ എഴുന്നള്ളി വന്ന് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ, യേശുവേ, സുഖമാക്കണേ. രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സുഖപ്പെടുത്തണമേ കർത്താവേ. ഓ കർത്താവേ, സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. ജന്മനാ രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. മനപ്രയാസങ്ങൾ സുഖം പ്രാപിക്കട്ടെ കർത്താവേ. മാനസിക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. അപസ്മാര രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. കുടുംബത്തിന്റെ പാരമ്പര്യ രോഗപീഠങ്ങളുടെ മേൽ കർത്താവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഓ നിർജീവമായ കോശങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പേര് സോണിയ ജെയിംസ്. എൻ്റെ മകളുടെ കുട്ടിയുടെ അനുഭവം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മകൾ പ്രസവിച്ചിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പൊക്കളിൻ്റെ അവിടെ ഒരു വലിയ മുഴ വന്നു. അത് ഞങ്ങൾ സർജനെ കൊണ്ട് കാണിച്ചപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ തന്നെ കൊണ്ടുപോകണം, അവിടെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു.
ഞാനും മോളും വളരെ വിഷമിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, അമ്മച്ചി എന്തിനാണ് വിഷമിക്കണത്? നമ്മുടെ വീട്ടിൽ വലിയ ഡോക്ടറുള്ളപ്പോൾ പുറത്തുനിന്നൊരു ഡോക്ടറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ വേറൊരിടത്തും കൊണ്ടുപോയില്ല. അച്ഛൻ്റെ പ്രാർത്ഥന തുടങ്ങി തിരികത്തിച്ച് വെച്ച് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ച്. അഭിഷേകാഗ്നി പ്രോഗ്രാം നടക്കുമ്പോൾ യേശുവിൻ്റെ മുമ്പിൽ തിരികത്തിച്ച് വെച്ച് യേശുവെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ആ വചനം കേട്ട് ആരാധനയുടെ സമയത്ത് അങ്ങോട്ട് പ്രാർത്ഥിച്ച് 2 ആഴ്ച പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പരിപൂർണ സുഖമായി. മഴയെല്ലാം അപ്രത്യക്ഷമായി. യേശുവിന് നന്ദി. വിട്ടുപോയി, ഇല്ല, മാറി. ഒരു കുഴപ്പവും ഇപ്പൊ ഇല്ല. ഇപ്പൊ മുഴ ഇല്ലല്ലോ, ഇല്ല, മുഴ ചുരുങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. പരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്.